ഹലോ, വെൽക്കം ടു FG ട്രേഡർ. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ എക്സ്പയറി ആണ്. അപ്പോൾ അതെന്തായാലും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നല്ലൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്താ നിഫ്റ്റി കാര്യങ്ങളിൽ എനിക്കൊരു ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. എനിക്ക് ഇവിടുന്ന് നിഫ്റ്റിയിലൊക്കെ ഡൗണിലേക്ക് വരുന്നത് തന്നെയാണ് ഫീൽ ഉണ്ടായിരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും കറക്റ്റായിട്ടുള്ളൊരു ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പ് ട്രെൻഡ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിൻ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ഇങ്ങനെ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോഴാണ് ഞാൻ വേഗം പോയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കൺഫർമേഷൻ എടുത്തു. ബാങ്ക് നിഫ്റ്റിയിൽ കറക്റ്റായിട്ടുള്ള നമുക്ക് ഈ ഒരു ക്യാൻഡിൽ CP ആയിരുന്നു ക്ലോസ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് വന്നു. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയതും ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചാണ്, ഓൾറെഡി ഇവിടെ നിന്ന് ഒരു പ്ലാൻ ചെയ്ത് വെച്ചു ഞാൻ മാർക്കറ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് മേലേക്ക് ക്ലോസ് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് വേണ്ടത് ഈ ഒരു റേഞ്ചിൽ എനിക്ക് എൻട്രി വേണം എന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്താണെങ്കിലും ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെയാണ് ക്ലോസിങ് കിട്ടിയതാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എനിക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ നേരെ അത് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മേലെ തന്നെ ക്ലോസ് ആയി. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ നിന്ന് ഒരു എൻട്രി എടുത്താണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ എൻട്രി എടുത്തു. അതിന് ശേഷം നല്ലൊരു റാലി എനിക്ക് മേലേക്ക് കിട്ടുകയാണ് ചെയ്തത്. ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു 1:3 ആണ്. 1:3 അല്ല 1:4 ആണ്. 4 അല്ല 1:5 ആണ് ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. 50 രൂപ സ്റ്റോപ്പ് ലോസ്, 250 രൂപ ടാർഗറ്റ്, 270 രൂപ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തന്നെ അത് നല്ല രീതിയിൽ റാലിയായി. 300 രൂപ 300 സംതിങ് രൂപയോളം നമുക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടി. 300 രൂപ കറക്റ്റ് മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. എൻ്റെ ക്യാപിറ്റൽ ഞാൻ ഇവിടെ നിന്ന് ഇട്ട ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5500 രൂപയ്ക്കാണ് ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ക്യാപിറ്റൽ നേരെ പോയിട്ട് 7000 രൂപീസിൽ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അത് വീണ്ടും ഞാൻ ഡൗണിലേക്ക് വന്ന് ഈ ഒരു ക്യാൻഡിൽ അവസാനിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലോസിങ് എക്സിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഡൗണിലേക്ക് വന്ന് വീണ്ടും കയറിയിട്ട് നല്ല രീതിയിൽ വീണ്ടും കയറി എൻ്റെ ക്യാപിറ്റൽ ട്രിപ്പിൾ ആവേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. പക്ഷേ എന്താണ് ഞാൻ എൻ്റെ ടാർഗറ്റ് എടുത്തു. ഈ ഒരു ടാർഗറ്റിന് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളത്. അവിടെ നിന്ന് പക്ഷേ നിന്നില്ല. അതിനുശേഷം ഇവിടെ വരെ ക്ലോസിങ് കിട്ടി. അതിനുശേഷം വീണ്ടും പോകാൻ ട്രൈ ചെയ്തു, പക്ഷേ അത് പോയില്ല. പിന്നെ വീണ്ടും ഡൗണിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ എൻട്രി എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏകദേശം ഡബിളിൻ്റെ അടുത്ത് തന്നെയാണ്. 90% എബോവ് എനിക്ക് ഇന്ന് പ്രോഫിറ്റ് തന്നെയാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് കണ്ടത് 140% എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അത് നേരെ അവിടെ നിന്ന് ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഏകദേശം ഡബിളിൽ തന്നെ ഇറങ്ങാമെന്നുള്ള ബേസ് വെയിറ്റ് ചെയ്തു. പിന്നെ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു റേഞ്ചിൽ എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ കറക്റ്റായിട്ട് 95% 90% എന്തായാലും നല്ല പ്രോഫിറ്റ് എടുത്തിറങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും നല്ലൊരു എനിക്കിവിടെ അറിയായിരുന്നു ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ട എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇറങ്ങുക. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഹോൾഡ് ചെയ്ത് വെച്ച് ഒരു എൻട്രി വീണ്ടും ഈ ഒരു ഇതിലേക്ക് കൊണ്ടുപോയായിരുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു എൻട്രി ആയിട്ട് ഇവിടെ നിന്ന് എടുക്കാമായിരുന്നു. നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഡൗണിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും രണ്ടാമത്തെ ഒരു എൻട്രി ഇവിടെ നിന്നൊരു സ്റ്റോപ്പ് ലോസ് ചെറുതായിട്ട് വെച്ചിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ എന്താണ് അത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എനിക്ക് പണി കിട്ടും, പിന്നെ അത് ലോസ് ആവും. എനിക്കത് വേണ്ടാന്നുള്ള ബേസ് തന്നെ ഞാൻ ഒഴിവാക്കി വിട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു. പിന്നെ മാർക്കറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ കൺസൾട്ടേഷനാണ് മാർക്കറ്റ്. അതിനുശേഷം ഇവിടുന്ന് ഫുള്ളായിട്ട് കൺസൾട്ടേഷനായിട്ട് ഇത്ര നേരം ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി എന്തായാലും ഏകദേശം ഒരു 1 മണി 1:30 2 മണി ആ റേഞ്ചിൽ മാർക്കറ്റ് എവിടെയെങ്കിലും നല്ല രീതിയിൽ ബ്രേക്കൗട്ട് കിട്ടും. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ഈ ഒരു ടൈം 12:30-ൻ്റെ ഉള്ളിൽ എവിടേക്കെങ്കിലും ഇനി അങ്ങോട്ട് 2 മണി വരെ നമുക്ക് മാർക്കറ്റ് എവിടേക്കെങ്കിലും ഒരു ബൂം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസൾട്ടേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം, എൻ്റെ പ്രോഫിറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് എൻട്രി എടുത്ത ഒരു ഇതുണ്ടായത്. അപ്പോൾ എനിക്ക് ഏകദേശം 5.2K എനിക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ഇപ്പോൾ ഇതുള്ളൂ. ഞാൻ 9K വെച്ച് തുടങ്ങിയതാണ്. ഇന്നലെ ഞാൻ 9K വെച്ചിട്ടാണ് ഈ ഒരു കേസിൽ ഞാൻ ഇതിനെ 20K ആക്കിയിട്ട് അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അതാണ് എൻ്റെ ചാലഞ്ച്. ഈ 9K എങ്ങനെ 20K ആക്കുക എന്നുള്ളതാണ് എൻ്റെ ചാലഞ്ച് ഉള്ളത്. അപ്പോൾ അത് ഞാൻ വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ലോസ് വന്നാൽ ഇത്രയേ ഉള്ളൂ, പ്രോഫിറ്റ് വന്നാൽ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് എക്സ്പയറി ഡേ ആയിട്ട് ഞാൻ
എൻട്രി 5000 വെറും 5000 മാത്രം യൂസ് ചെയ്തിട്ട് എൻട്രി എടുത്തത്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് 3 എൻട്രീസ് എടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് ബാക്കി 2 എൻട്രീസ് എന്തിനാണെന്നുള്ള എടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ടോ 940ക്ക് ഞാൻ എൻട്രി എടുത്തു, 940ക്ക് എൻട്രി എടുത്തു, 950 ആകുമ്പോഴേക്കും എൻ്റെ ടാർഗറ്റ് കിട്ടി, എടുത്ത് ഇറങ്ങി. അപ്പോൾ ഈ സാധനം 430-40 വരെയൊക്കെ പോയതാണ്, ആ ഒരു റേഞ്ചിൽ വരെ വന്നു. പക്ഷേ എന്താണ് ഞാൻ എൻ്റെ കറക്റ്റ് ആ ഒരു 10 മിനിറ്റിൽ 420 വരെയൊക്കെ വന്നു. അപ്പോൾ തന്നെ എനിക്ക് 7000 അടുത്ത് പ്രോഫിറ്റായി. പക്ഷേ അത് വീണ്ടും ചെറിയൊരു ഡൗൺ വരുമ്പോഴേക്കും നമുക്കത് ഇത്രയും രൂപ ആയിട്ട് എനിക്കറിയാം. ഞാൻ ഏകദേശം 380 മിനിമം ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വീണ്ടും ഡൗണിക്ക് വന്നപ്പോൾ ഓക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് എന്തിനാണ് എൻട്രി എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. 952 വാങ്ങിച്ചു, അതിനുശേഷം 953 എക്സിറ്റ് ആയി. അപ്പോൾ അപ്പോഴേക്ക് തന്നെ 26 പോയിൻറ്റ്സ് എനിക്ക് ലോസായി. അപ്പോൾ അത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കും അറിയില്ല. തന്നെയാണ് വാങ്ങിച്ചത്, എന്തിനാണ് വാങ്ങിച്ചത് എനിക്കറിയില്ല. അതൊരു സിറ്റുവേഷനിലായപ്പോൾ എനിക്കൊരു 600 എന്തോ സംതിങ് ലോസായി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്കൗട്ട് മേലേക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ വീണ്ടും 916 വാങ്ങിച്ചു, 917 വാങ്ങിച്ചു. അത് റിക്കവറായിട്ട് ആ ഒരു 200ലേക്ക് പ്രോഫിറ്റിലേക്ക് മാറ്റി ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് ആ ലോസ് കണ്ടപ്പോൾ ഒരു ഇതുണ്ടായത്, എന്തിനാണ് എൻട്രി എടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് അപ്പം തന്നെ സെയിലാക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് ഈ രണ്ടാമതൊരു എൻട്രി, കറക്റ്റായിട്ടുള്ള എൻട്രി വീണ്ടും അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് മേലോട്ട് പോകുന്ന ടൈമിൽ കൺഫർമേഷൻ കിട്ടിയ ടൈമിലാണ് ഞാൻ ഇതെടുത്ത് അതിന് ശേഷം അത് വീണ്ടും നല്ല രീതിയിൽ മുകളിലോട്ട് പോയപ്പോൾ ഞാനത് എൻ്റെ ഇത് എടുത്തിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് എനിക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ട്രേഡ് എന്തിനാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. കറക്റ്റായിട്ട് CEക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലോട്ടിട്ട് ഇനി അവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാൻ നിന്നതാണ് ആ ഒരു സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെവലിലിട്ട് വെച്ചതാണ് സംഭവം. മാർക്കറ്റ് അല്ലാതെ നമുക്ക് ലിമിറ്റ് ഓർഡർ അങ്ങനെ എന്തോ പ്ലാൻ ചെയ്താണ് ഞാൻ സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് വരികയാണ്, റീടെസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് എടുക്കാം എന്നുള്ള ബേസിലുണ്ടായിരുന്നു. പക്ഷെ അത് മാറിപ്പോയി. അപ്പോൾ എടുത്തതൊക്കെ മിസ്റ്റേക്ക് ആയപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യാറുണ്ടായി. അപ്പോഴേക്കും വേണ്ട പോലെ നല്ല രീതിയിൽ ഡൗണിക്ക് വന്നു. അത് ഇതായി. അപ്പോൾ പിന്നെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് ഞാനത് എക്സിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ബ്രേക്കൗട്ട് കിട്ടി ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഈ ഒരു റേഞ്ചിൽ വന്നപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്നപ്പോൾ ഞാനത് അവിടെ നിന്നൊരു സൈഡ് ഒന്നുകൂടെ എടുത്തു. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ഇവിടെ നിന്ന് വീണ്ടും ഞാൻ എക്സിറ്റ് ആയിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അതാണ് ചെയ്തത്. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അത് ചെയ്തതാണ്. അത്രേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല, ഡെയിലി ഒരു ട്രേഡ് എടുത്ത് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒരു അബദ്ധം പറ്റിയപ്പോൾ ഞാനൊന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. ഞാൻ എപ്പോഴും ചെയ്യാറൊന്നുമില്ല. ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് മിസ്റ്റേക്കാണ് പറ്റുക, നമുക്കത് വല്ലാത്തൊരു ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമാണ് ആ ഒരു എൻട്രിക്ക് രണ്ടാമത്തെ പ്രാവശ്യം എൻട്രിക്ക് പോയത്. അല്ലെങ്കിൽ ഞാൻ എൻട്രിക്ക് പോവില്ല. എന്താ ലോസ് വന്നെങ്കിൽ ലോസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിടുന്നതാണ്. പക്ഷെ എന്താണ് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയപ്പോൾ ഞാനത് ഒന്നുകൂടെ യൂസ് ചെയ്തു. ചെറുതായിട്ടൊന്ന് വന്ന ലോസിനൊന്ന് 700 സംതിങ് ലോസ് വന്നതാണ്. അപ്പോൾ അതിന് ഞാൻ ക്ലോസ് ആക്കി 200ലേക്ക് പ്രോഫിറ്റിലേക്ക് ആക്കി മാറ്റി ഇട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് വലിയ രീതിയിൽ ക്യാപിറ്റലൊന്നും യൂസ് ചെയ്തില്ല. 5K ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. 5K കറക്റ്റായിട്ട് അത് 5.5K യൂസ് ചെയ്തു. കറക്റ്റായിട്ട് ഡബിളായി. സൂപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് നമുക്ക് പ്രോഫിറ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനത് എനിക്ക് 10 ആകുമ്പോഴേക്കും എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി. അതിന് ശേഷം ഞാൻ വെളിയിൽ പോയിട്ട് വന്നു. ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് നോക്കുമ്പോൾ കൺസൾട്ടേഷനാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തു. അപ്പോൾ എന്തായാലും എൻ്റെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9Kനെയാണ് ഞാൻ ഇതിനെ 20K ആക്കി മാറ്റാമെന്നുള്ളതാണ് എൻ്റെ പ്ലാന്. അത് ഒരു ചാലഞ്ച് എത്ര ദിവസം കൊണ്ടാവും എന്നുള്ളത് നോക്കുകയാണ്. ഈ വീക്കിൽ ആവാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ലോസ് ഇല്ലാതെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ അത് നമ്മുടെ സ്ട്രാറ്റജി എത്രത്തോളം പക്ക ആവുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു 20K ആവുമ്പോൾ പുതിയ വേറൊരു ചലഞ്ചായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് 20K ആവാനുള്ളൊരു ഇതെങ്ങനെ നമുക്ക് ഈ 20K ആയ ശേഷം നമുക്ക് വേറൊരു ചാലഞ്ചിലേക്ക് പോവാം. ഇപ്പം എന്തായാലും 20K ആണ് എൻ്റെ ചാലഞ്ച്. ഇതൊരു ഡബിളാക്കാനുള്ളൊരു 100% പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചാലഞ്ച്. അപ്പോൾ അതിട്ട് നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് പോവാം. 2 ദിവസം കൊണ്ട് ഇപ്പോൾ ഏകദേശം 14.5K നമുക്ക് പ്രോഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ 2 ദിവസം കൊണ്ട് 50%ഓളം റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇന്ന് അങ്ങനെ 20K ആക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് 20K ആയിട്ടുണ്ടാകും. പക്ഷെ അതിൽ അർത്ഥമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് വിചാരിച്ച പോലെ പ്രോഫിറ്റ് തരണമെന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ക്യാൻഡിൽ ഇതിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഒരു 5 മിനിറ്റിൽ
ആ ഒരു റാലി 300 പോയിൻറ്റ് 300 രൂപയാണ് ഒരു ഒറ്റ 5 മിനിറ്റിൽ നമുക്കിത് കയറി കിട്ടിയത് ബാങ്ക് നിഫ്റ്റി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാ ആഴ്ചയും വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാഴ്ച വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എൻട്രി എടുക്കണം എന്നുള്ളതാണ്. കറക്റ്റ് എൻട്രി ആയിരുന്നു, പക്ക എൻട്രി എന്ന് പറയുമ്പോൾ പക്ക എൻട്രി. ഇവിടെ നേരെ വന്നു റീടെസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ ഒരു തൂക്കി, ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു തൂക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ഒരു 5 മിനിറ്റിൽ തന്നെ അത് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ മണി മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണിയാണ്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വീണ്ടും ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 10K വെച്ചിട്ടുണ്ടെങ്കിൽ 5K നമുക്ക് ലോസാണ്. ഈ ഒരു റേഞ്ചിൽ ഇവിടെ തന്നെ എത്തുമ്പോഴേക്ക് 5K നമുക്ക് ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റിസ്ക് കമ്മിയാക്കിയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്, ഈസി ആയിട്ട്. അപ്പോൾ എന്തായാലും ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു.